നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് വലിയ നടന്മാരെ കൊണ്ടുവന്ന് ഫ്ലോപ്പാക്കിയ ഗസ്റ്റ് റോളുകളെ പറ്റിയാണ്. ലിസ്റ്റിലാക്കിയത് അമിതാഭ് ബച്ചനാണ്. അമിതാഭ് ബച്ചൻ എത്ര വലിയ സ്റ്റാർ ആണെന്ന് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ബോളിവുഡിന്റെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറായ അമിതാഭ് ബച്ചൻ ഒരേ ഒരു മലയാള സിനിമയിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ. ആ ഒരു സിനിമ നമ്മുടെ ലാലേട്ടന്റെ ഒപ്പമായിരുന്നു. ആ ഒരു സിനിമയാണ് 2010 പുറത്തിറങ്ങിയ കാണ്ഡഹാർ എന്ന സിനിമ. ഇതൊരു ആർമി ബേസ്ഡ് മൂവിയായിരുന്നു. മേജർ രവി ആയിരുന്നു ഈ ഒരു സിനിമയുടെ ഡയറക്ടർ. 1999 ഇന്ത്യയിൽ നടന്ന എയർലൈൻ ഹൈജാക്കിനെ ബേസ് ചെയ്തുള്ള ഒരു ആർമി ബേസ്ഡ് ത്രില്ലർ സ്റ്റോറിയാണ് സിനിമയ്ക്കുള്ളത്. ഇതിൽ മോഹൻലാലിന്റെ ഒരു ഹെൽപ്പറാണ് തമിഴ് നടനായ ഗണേഷ് വെങ്കട്ടരാമന്റെ ക്യാരക്ടർ. ഇദ്ദേഹത്തിന്റെ അച്ഛന്റെ ക്യാരക്ടറായിരുന്നു അമിതാഭ് ബച്ചൻ അവതരിപ്പിച്ചത്. സിനിമയിൽ അമിതാഭ് ബച്ചനെ കാണിക്കുന്ന ഭൂരിഭാഗം സീനുകളും ചായ കുടിക്കുന്ന സീനുകളാണ്. ചായ കുടിച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് സംസാരിക്കുന്ന സീനുകൾ. ഈ ഒരു സിമ്പിൾ ക്യാരക്ടറിന് വേണ്ടിയായിരുന്നു അമിതാഭ് ബച്ചനെ കൊണ്ടുവന്നത്. ഇന്നും പലർക്കും അമിതാഭ് ബച്ചൻ മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെ അറിയില്ല. പിന്നീട് അമിതാഭ് ബച്ചൻ മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. അടുത്തത് വിശാലാണ്. തമിഴ് നടനായിട്ടുള്ള വിശാൽ 2017 പുറത്തിറങ്ങിയ ലാലേട്ടന്റെ വില്ലൻ സിനിമയിൽ അഭിനയിച്ചിരുന്നു. വളരെ ഹൈപ്പിൽ വന്ന ഒരു സിനിമയായിരുന്നു അത്. ബി ഉണ്ണികൃഷ്ണനായിരുന്നു ഈ ഒരു സിനിമയുടെ ഡയറക്ടർ. സിനിമയിൽ വില്ലനായിട്ടായിരുന്നു വിശാലിന്റെ ക്യാരക്ടർ വന്നത്. സിനിമ ഒരു ഫ്ലോപ്പ് ആയിരുന്നു. വിശാലിന്റെ ക്യാരക്ടറിന് വേണ്ടി ആദ്യം വിളിച്ചത് വിജയ് സേതുപതിയായിരുന്നു. പക്ഷെ ഡേറ്റിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് വിജയ് സേതുപതി എങ്ങനെയോ രക്ഷപ്പെട്ടു. അങ്ങനെയാണ് വിശാൽ ഈ സിനിമയിലേക്ക് എത്തിയത്. പിന്നീട് ഒരിക്കലും വിശാൽ മലയാള സിനിമയിൽ വന്നിട്ടില്ല. അടുത്തത് വിജയ് സേതുപതിയാണ്. അന്ന് വിജയ് സേതുപതി രക്ഷപ്പെട്ടുവെങ്കിലും പിന്നീട് വിജയ് സേതുപതിയെ പൂട്ടി. ആ സിനിമയാണ് 2019 പുറത്തിറങ്ങിയ ജയറാം നായകനായ മാർക്കോണി മത്തായി എന്ന സിനിമ. തുടർച്ചയായി ജയറാം സിനിമകൾ പരാജയപ്പെട്ടു വന്നപ്പോൾ ഇതിൽ നിന്നും രക്ഷപ്പെടാൻ പുതിയതായി എന്തെങ്കിലും ട്രൈ ചെയ്യണമായിരുന്നു. അങ്ങനെ ചെയ്തതാണ് പുറത്തുനിന്ന് വിജയ് സേതുപതിയെ ഇറക്കൽ. ആ ഒരു ടൈമിൽ വിജയ് സേതുപതി തുടർച്ചയായി ഹിറ്റ് അടിച്ചുകൊണ്ട് പീക്ക് ലെവലിൽ നിൽക്കുകയായിരുന്നു. അങ്ങനെയാണ് ജയറാമിനെ ഫീൽഡ് ഔട്ടിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി വിജയ് സേതുപതി വരുന്നത്. പക്ഷെ ഇവിടെ ഒരു ട്വിസ്റ്റ് സംഭവിച്ചു. ഈ ഒരു സിനിമയും ഫ്ലോപ്പായി. തിരിച്ചുപോയ വിജയ് സേതുപതി തമിഴിൽ ചെയ്ത പടങ്ങളും ഫ്ലോപ്പായി. കുറച്ചു കാലത്തേക്ക് വിജയ് സേതുപതി ഫീൽഡ് ഔട്ടായി. ശേഷം ജയറാമും തമിഴിൽ വന്നു. ചെറിയ റോളുകൾ ചെയ്ത് കയറി വന്നു. വിജയ് സേതുപതിയും കയറി വന്നു. അടുത്തത് നമ്മുടെ എന്തിരൻ സിനിമയിലെ ചിട്ടി ക്യാരക്ടറാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല. 2011 പുറത്തിറങ്ങിയ റാവൺ എന്ന സിനിമയിൽ ചിട്ടി ക്യാരക്ടറിന്റെ ക്യാമിയോ ഉണ്ടായിരുന്നു. ഷാരൂഖ് ഖാന്റെ ആഗ്രഹമായിരുന്നു തന്റെ റാവൺ എന്ന സിനിമയിൽ റാവണും ചിട്ടിയും മീറ്റ് ചെയ്യുന്ന ഒരു മികച്ച സീൻ വേണമെന്ന്. ഈ ഒരു സീൻ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന് ഷാരൂഖ് ഖാൻ കരുതിയിരുന്നു. അങ്ങനെ രജനികാന്തിനെ വിളിച്ചു. പക്ഷേ രജനികാന്തിന് ഷൂട്ടിംഗ് തിരക്കുകൾ കൊണ്ട് സെറ്റിലേക്ക് വരാൻ കഴിഞ്ഞില്ല. ഇതുകൊണ്ട് ഡ്യൂപ്പിനെ വെക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഒരു ഡ്യൂപ്പായിരുന്നു ചിട്ടി ക്യാരക്ടർ ചെയ്തത്. പക്ഷേ റാവൺ എന്ന സിനിമ മികച്ചൊരു സിനിമയാണെങ്കിലും വലിയ രീതിയിൽ വിജയമായില്ല. ഇതുപോലെ തന്നെ ചിട്ടി എന്ന ക്യാരക്ടറിന്റെ ക്രോസ് ഓവർ സീനും വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയില്ല. ഇതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം ആ ഒരു സീനിൽ യഥാർത്ഥ രജനീകാന്ത് അല്ല അഭിനയിച്ചത്. ഈ ഒരു കാര്യം സിനിമ ഇറങ്ങുന്നതിന് മുന്നേ പുറത്തു വന്നിരുന്നു. അതുപോലെ തന്നെ റാവൺ സിനിമ തന്നെ വലിയ വിജയമായില്ല. 130 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമ 200 കോടിക്കടുത്ത് മാത്രമേ കളക്ഷൻ നേടിയുള്ളൂ. ഈ സിനിമയിൽ നായകനേക്കാൾ കൂടുതൽ പ്രാധാന്യം വില്ലന് കൊടുക്കണമെന്ന് ഷാരൂഖ് ഖാന്റെ നിർബന്ധമായിരുന്നു. ഷോലെ, മിസ്റ്റർ ഇന്ത്യ, സടക്ക് തുടങ്ങി വലിയ ഹിന്ദി സിനിമയിലെ വില്ലന്മാർ നായകനേക്കാൾ കൂടുതൽ ഓർമ്മിക്കപ്പെട്ട വില്ലന്മാരാണ്. അതുകൊണ്ടാണ് സിനിമയുടെ ടൈറ്റിൽ വില്ലനായ റാവൺ എന്ന പേര് കൊടുത്തത്. ഷാരൂഖ് ഖാന്റെ സ്വന്തം VFX കമ്പനിയായ ഇന്ത്യയിലെ മികച്ച VFX കമ്പനിയായ റെഡ് ചില്ലീസ് തന്നെയായിരുന്നു സിനിമയിലെ VFX വർക്കുകളെല്ലാം ചെയ്തത്. 1200 ആർട്ടിസ്റ്റുകൾ 1.5 വർഷം കൊണ്ടാണ് സിനിമയിലെ VFX വർക്കുകൾ പൂർണ്ണമായും കംപ്ലീറ്റ് ആക്കിയത്. 25 ബ്രാൻഡുകളുമായി കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ് സിനിമയുടെ പ്രൊമോഷൻ നടത്തിയത്. ഏറ്റവും വലിയ ബ്രാൻഡുകളുമായി കൊളാബറേറ്റ് ചെയ്ത് പ്രമോഷൻ ചെയ്തു എന്ന റെക്കോർഡ് റാവണിന്റെ സ്വന്തമായിരുന്നു. പിന്നീട് ഈ റെക്കോർഡ് 50ഓളം ബ്രാൻഡുകളുമായി കൊളാബറേറ്റ് ചെയ്ത് അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോൺ എന്ന സിനിമ തിരുത്തുകയാണ് ചെയ്തത്. സിനിമയുടെ ഈ ഒരു പോസ്റ്റർ ബാറ്റ്മാൻ ബിഗിൻസ് എന്ന സിനിമയിൽ നിന്ന് ഇൻസ്പയർ ആയതാണ്. രണ്ട് സിനിമയിലും ടോം വോ എന്ന നടനും ഉണ്ടായിരുന്നു. ഇതുപോലെ റാവണിന്റെ ദിൽദാര എന്ന സോങ് കിങ് ബെന്നിന്റെ സ്റ്റാൻഡ് ബൈ മീ എന്ന വലിയ ആൽബത്തിൽ നിന്ന് ഇൻസ്പയർ ആയതാണ്. ഇതുപോലെ 91 പുറത്തിറങ്ങിയ വേൾഡ് ഫേമസ് സിനിമയായ ടെർമിനേറ്റർ 2 സിനിമയിൽ നിന്ന് ഇൻസ്പയർ ആയിക്കൊണ്ടാണ് റാവൺ സിനിമയുടെ സ്റ്റോറി തയ്യാറാക്കിയത്. ടെർമിനേറ്റർ സിനിമയിലെ അർണോൾഡിന്റെ ക്യാരക്ടറായ T-800 എന്ന ക്യാരക്ടർ ഷാരൂഖ് ഖാനും എഡ്വേർഡ് ഫർലോങ്ങിന്റെ ജോൺ കോർണർ എന്ന ക്യാരക്ടർ അർമാൻ വർമ്മയും റോബർട്ട് പാട്രിക്സന്റെ T-100 എന്ന ക്യാരക്ടർ അർജുൻ റാംപാലുമായാണ് ഈ ഒരു സിനിമ ഉദ്ദേശിച്ചത്. പക്ഷേ സിനിമ പല കാര്യത്തിലും പരാജയപ്പെട്ടു. ഒന്നാമത്തെ കാര്യം, മികച്ചൊരു ക്യാരക്ടർ ഡെവലപ്മെന്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. സിനിമയിൽ ഒരു മികച്ച ക്യാരക്ടറിനെ ഉണ്ടാക്കണമെങ്കിൽ ആ ഒരു ക്യാരക്ടറിന് നല്ലൊരു ബാക്ക് സ്റ്റോറി വേണം. കൃഷി, ടെർമിനേറ്റർ, എന്തിരൻ പോലുള്ള സിനിമകൾ ഈ ക്യാരക്ടേഴ്സിനെല്ലാം തന്നെ മികച്ചൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. ഇത് ഉണ്ടാക്കുന്നതിൽ റാവൺ സിനിമ പരാജയപ്പെട്ടിരുന്നു. ഇതുപോലെ ഈ ഒരു സിനിമ കൂടുതൽ സീനുകളും കോമഡിക്കാണ് പ്രാധാന്യം നൽകിയത്. സിനിമയുടെ ക്ലൈമാക്സിലേക്ക് വരുമ്പോഴാണ് സിനിമ
സിനിമയിൽ സീരിയസ്നെസ് വരുന്നത്. കൃഷി, ടെർമിനേറ്റർ, എന്തിനും പോലുള്ള സിനിമകൾ, ഇതിലൊന്നും തന്നെ ക്യാരക്ടറിനെ കോമഡിയാക്കിക്കൊണ്ടുള്ള കോമഡി സീനുകൾ വളരെ കുറവാണ്. ആ ഒരു ക്യാരക്ടേഴ്സിനെല്ലാം കോമഡിക്ക് കോമഡിയും അതിനനുസരിച്ച് സീരിയസ് സീനുകളും ഇമോഷണൽ സീനുകളും ഉണ്ടായിരുന്നു. ക്യാരക്ടേഴ്സിന് മികച്ചൊരു ബാക്ക് സ്റ്റോറി ആണെങ്കിൽ ഇതെല്ലാം തന്നെ ഓഡിയൻസിന് വളരെയധികം ഫീൽ ആവും. റാവൺ എന്ന സിനിമയിൽ ഷാരൂഖ് ഖാന്റെ ക്യാരക്ടർ തന്നെ കൂടുതലും കോമഡി ആയിട്ടുള്ള ക്യാരക്ടറാണ്. ക്യാരക്ടറിന് വേണ്ടി കോമഡികൾ കൂടുതലായി ഉൾപ്പെടുത്തിയത് അത്ര മാച്ചായില്ല എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചും ഈ ഒരു സ്റ്റോറി ലൈനിൽ എന്തിരൻ, ടെർമിനേറ്റർ, കൃഷി പോലെ കോമഡിക്ക് കോമഡിയും സീരിയസ്നെസ്സും ഇമോഷണൽ സീനുകളുമായി ആ ഒരു ടോണിൽ പോരുന്നെങ്കിൽ സിനിമ വലിയൊരു വിജയമാവുമായിരുന്നു എന്നാണ് പറയുന്നത്. റാവൺ എന്ന സിനിമ 500 കോടിക്കടുത്ത് കളക്ഷൻ നേടുമെന്ന് ഡയറക്ടറായിട്ടുള്ള അനുഭവ് സിൻഹ ഉറച്ചു വിശ്വസിച്ചിരുന്നു. എന്തു തന്നെയായാലും ആ ടൈമിൽ കുട്ടികൾക്ക് ഈ സിനിമ വളരെയധികം ഇഷ്ടമായി. എനിക്കും ഈ ഒരു സിനിമ ഇഷ്ടമാണ്. റാവൺ സിനിമ ഇഷ്ടമുള്ളവർ ഉറപ്പായി താഴെ കമന്റ് ചെയ്യണം. അടുത്തത് സത്യരാജാണ്. ബാഹുബലി സിനിമ ഇറങ്ങുന്നതിന് 1 മാസം മുമ്പ് പുറത്തിറങ്ങിയ ലൈല ഓ ലൈല എന്ന സിനിമയിൽ സത്യരാജ് അഭിനയിച്ചിരുന്നു. ഇതൊരു ആക്ഷൻ സ്പൈ സിനിമയാണ്. ഇതിൽ മോഹൻലാലിന്റെ ബോസായ ഒരു ഏജന്റായ ക്യാരക്ടറായിരുന്നു സത്യരാജ്. പക്ഷേ സിനിമ പിന്നീട് സത്യരാജും മലയാള സിനിമയിൽ അങ്ങനെ വന്നിട്ടില്ല. അടുത്തത് വിൽ സ്മിത്ത് ആണ്. നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഹോളിവുഡ് സിനിമയല്ല, ഇന്ത്യൻ സിനിമ തന്നെയാണ്. 2019 പുറത്തിറങ്ങിയ ടൈഗർ ഷെറൂഫ് നായകനായ സ്റ്റുഡന്റ് ഓഫ് ദി ഇയർ 2 എന്ന സിനിമ. വേൾഡ് ഫേമസ് നടനായിട്ടുള്ള വിൽ സ്മിത്ത് ഈ സിനിമയിൽ ഒരു ക്യാമിയോ റോൾ ചെയ്തിരുന്നു. ഈ ഒരു സിനിമ വളരെ വലിയൊരു ഭാഗ്യത്തിന് വിൽ സ്മിത്ത് സിനിമയുടെ ക്ലൈമാക്സിൽ ഒരു പാട്ട് സീനിൽ മാത്രമാണ് ക്യാമിയോ ചെയ്തത്. ടൈഗർ ഷെറൂഫിന്റെ പോലെ തന്നെ പാൻ ഇന്ത്യൻ ബോംബ് സിനിമകൾ കൈവശമുള്ള മറ്റൊരു വ്യക്തിയാണ് അക്ഷയ് കുമാർ. ടൈഗർ ഷെറൂഫ് ബോംബ് പടത്തിൽ വിൽ സ്മിത്തിനെ കൊണ്ടുവന്നപ്പോൾ ഇതിനെല്ലാം മുമ്പ് തന്നെ 2009 കമ്പത്ത് ഇഷ്ക് എന്ന സിനിമയിൽ വിൽ സ്മിത്തിനേക്കാൾ വലിയ ഹോളിവുഡ് നടനായ ഏറ്റവും വലിയ നടന്മാരിൽ ഒരാളായ സിൽവസ്റ്റർ സ്റ്റലോണെ വരെ ക്യാമിയോ റോളിനായി കൊണ്ടുവന്നിരുന്നു. സിനിമ വളരെ വലിയൊരു ഹോളിവുഡിലെ ആർക്കും തന്നെ സിൽവസ്റ്റർ സ്റ്റലോൺ ഇങ്ങനെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്ന് തന്നെ അറിയില്ല. അടുത്തത് കിലുക്കം കിലുകിലുക്കം എന്ന സിനിമയാണ്. ഈ ഒരു സിനിമയിൽ ബോളിവുഡ് നടനായിട്ടുള്ള ശരത് സക്സേന ഒരു മെയിൻ ക്യാരക്ടർ ആയിരുന്നു. കാരണം കിലുക്കം സിനിമയുടെ തുടർച്ചയാണ് മറ്റൊരു സ്റ്റോറി ലൈനിൽ പുറത്തിറക്കിയ ഈ ഒരു സിനിമ. ഇതിൽ ലാലേട്ടന്റെ ഗസ്റ്റ് റോളും ഉണ്ട്. മാത്രമല്ല ഈ ഒരു സിനിമയിൽ ക്യാരക്ടറായി അഭിനയിച്ചില്ലെങ്കിലും ചില ബോളിവുഡ് നടന്മാരെ നമുക്ക് ഈ ഒരു സിനിമയിൽ കാണാം. ഈ ഒരു സിനിമയുടെ തുടക്ക ഭാഗത്ത് പ്രിയദർശിനെ നന്ദി പറയുന്ന സീനിൽ നമുക്കിവിടെ കാണാം ഒരു ബോളിവുഡ് സെറ്റ് തന്നെയും. ആ ഒരു ടൈമിൽ പ്രിയദർശൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പഞ്ചാബി ഹൗസിന്റെ ഹിന്ദി റീമേക്കായ ചുപ് ചുപ് കെ സിനിമയുടെ ഷൂട്ടിങ്ങിലായിരുന്നു. ഇവിടെ നമുക്ക് ഷാഹിദ് കപൂറിനെ കാണാം, കരീന കപൂറിനെ കാണാം, ശക്തി കപൂർ, സുനിൽ ഷെട്ടി തുടങ്ങിയവരെല്ലാം കാണാം. ഈ ഒരു സിനിമയും ഫ്ലോപ്പ് ആയിരുന്നു. അടുത്ത സിനിമയാണ് മമ്മൂക്കയുടെ ബൽറാം വാസ് താരാദാസ്. മമ്മൂക്കയുടെ തന്നെ അതിരാത്രം, ഇൻസ്പെക്ടർ ബൽറാം തുടങ്ങിയ 2 വിജയ സിനിമകളുടെ ഒരു ക്രോസ് ഓവർ യൂണിവേഴ്സ് ആയിരുന്നു ബൽറാം വാസ് താരാദാസ്. ഈ ഒരു സിനിമയിലെ നായിക ബോളിവുഡ് സ്റ്റാറായ കത്രീന കൈഫ് ആയിരുന്നു. ഈ ഒരു സിനിമയും ഫ്ലോപ്പ് ആയിരുന്നു. അടുത്തത് അർബാസ് ഖാനാണ്. സൽമാൻ ഖാന്റെ അനിയനായ ബോളിവുഡിലെ നടനും പ്രൊഡ്യൂസറുമായ അർബാസ് ഖാൻ ബിഗ് ബ്രദർ സിനിമയിൽ അഭിനയിച്ചിരുന്നു. സിനിമ വളരെ വലിയൊരു ഫ്ലോപ്പ് ആയിരുന്നു. इस ग्राफ को एक वार्निंग समझिए।